സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിധികാത്ത ഇടുക്കിയും ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലുമായി 10 കേന്ദ്രങ്ങളിൽ നടക്കും. വോട്ടെണ്ണൽ ആരംഭിക്കുക രാവിലെ 8 മണി മുതൽ. കാട്ടാന ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളികൾ വനം വകുപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചു. ശാന്തൻപാറ ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസാണ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചത്. മറുകര കടക്കാൻ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 5 പതിറ്റാണ്ടിന്റെ പഴക്കം. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയം താൽക്കാലിക പാലം തകർന്ന് പുഴയിൽ വീണ ഒരാൾക്ക് പരിക്ക്. അടൂർ പ്രകാശിന്റെ വിവാദ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. വിഷയത്തിൽ UDF കൺവീനർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും CPM-നും എന്തും പറയാമെന്നും ദീപാദാസ് മുൻഷി. വിശദമായ വാർത്തകളിലേക്ക്. വിധികാത്ത ഇടുക്കി ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലുമായി 10 കേന്ദ്രങ്ങളിൽ നടക്കും. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അടിമാലി, ബൈസൺവാലി, കൊന്നത്തടി, പള്ളിവാസൽ, വെള്ളത്തുവൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറയൂർ, മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട, ശാന്തൻപാറ, ചിന്നക്കനാൽ, മാങ്കുളം, ദേവികുളം, ഇടവലക്കുടി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രമായി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ക്രമീകരിച്ചിട്ടുണ്ട്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പാമ്പാടുംപാറ, സേനാപതി, കരുണാപുരം, രാജാക്കാട്, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, രാജകുമാരി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടക്കും. ഇളന്തേശം ബ്ലോക്കിന്റെ കീഴിലുള്ള വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, കോടിക്കുളം, ആലക്കോട്, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇടുക്കി, കഞ്ഞിക്കുഴി, വാത്തുക്കുടി, അറക്കുളം, കാമാക്ഷി, വാഴത്തോപ്പ്, മരിയാപുരം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യപ്പൻകോവിൽ, ചക്കുവള്ളം, ഇരട്ടയാർ, കാഞ്ചിയാർ, ഉപ്പുതറ, വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കുമാരമംഗലം, മുട്ടം, ഇടവെട്ടി, കരികുന്നം, മണക്കാട്, പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിലും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പെരുവന്താനം, കുമളി, കൊക്കയാർ, പീരുമേട്, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ പീരുമേട, മരിയാഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലും തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടേത് കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കാട്ടാന ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളികൾ വനം വകുപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചു. ശാന്തൻപാറ ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസാണ് ഉപരോധിച്ചത്. കാട്ടാനക്കൂട്ടത്തെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുവാനുള്ള നടപടി സ്വീകരിക്കാമെന്ന വനം വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 20 ദിവസമായി ശാന്തൻപാറ കാനനമൂപ്പ് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറയും. ശാന്തൻപാറ പേത്തൊട്ടിയിലും കാനനമൂപ്പിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ ശാന്തൻപാറയിലെ ബോഡിമെട്ട് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. 20 ദിവസത്തിലധികമായി കാട്ടാനക്കൂട്ടങ്ങൾ പ്രദേശത്ത് കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവന ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. RRTക്കാർ വരുന്നു, ഓടിച്ചൊന്നും പറഞ്ഞിട്ട് പോകുന്നു, വീണ്ടും വരുന്നു. ഞങ്ങൾ രാത്രി മൊത്തം റോഡിൽ തീയും ഇട്ട് പിള്ളേരും വെച്ച് എത്ര നാളത്തേക്ക് ഉറക്കമില്ലാതെ ഇങ്ങനെ നിൽക്കും. ആനയുടെ ശല്യം കാരണം എനിക്ക് തന്നെ ഇറങ്ങി വരാൻ പോലും പറ്റുന്നില്ല. ഞാൻ തനിച്ചാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാട്ടിൽ എപ്പോഴാണ് ആന നിൽക്കുന്നത്, എന്താ നിൽക്കുന്നതെന്നൊന്നും അറിയാൻ കൂടി പറ്റണില്ല. തന്നെ പേടിച്ച് ഒറ്റയിലൊക്കെ വന്ന് വേല ചെയ്തിട്ട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. രാവിലെ പേത്തൊട്ടിയിലെ ഒറ്റ സ്റ്റോറിന് സമീപം 7 കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ തൊഴിലാളികൾക്ക് ഏലത്തോട്ടങ്ങളിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. കാനനമൂപ്പിൽ 6 കാട്ടാനകളുടെ കൂട്ടമാണ് എത്തിയത്. ശാന്തൻപാറ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ചേരിയാറും കഴിഞ്ഞ ദിവസം ഈ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടങ്ങൾ ഇതുവരെ നശിപ്പിച്ചത്. സമീപകാലത്തൊന്നും കാനനമൂപ്പിലും ചേരിയാറിലും കാട്ടാനകൾ എത്തിയിരുന്നില്ല. അതിനാൽ തന്നെ നാട്ടുകാർ ആശങ്കയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്തുവാൻ വനം വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ചാണ് രാവിലെ നാട്ടുകാരെത്തി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. കഴിഞ്ഞ ഒരു 8 ദിവസമായിട്ട് ഒരു 8-9ഓളം കാട്ടാനകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ വളരെ അക്രമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം
ഇവിടെ ഒരു കൂന്തപ്പുറത്തേരി എന്ന കോളനിയിലാണ് 7 ആന ഏതാണ്ട് 7:30 സമയത്തോടുകൂടി വന്നത്. അന്ന് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആനയെ കടത്തി വിട്ടെങ്കിൽ പോലും ആന ഇവിടെ ഈ പ്രദേശം വിട്ട് പോകാൻ പറ്റുന്നില്ല. അതേപോലെ സമീപ പ്രദേശത്തുള്ള കൃഷി മേഖലയിലേക്ക് ഇറങ്ങി വളരെ രൂക്ഷമായിട്ട് കൃഷിനാശം, ഏലച്ചെടികളൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യം. അതുമാത്രമല്ല, ഏലത്തോട്ടത്തിൽ ജോലിക്കാർക്ക് വിശ്വസിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. പൊതുപ്രവർത്തകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ ചിന്നക്കനാൽ, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള RRT സംഘങ്ങളെ എത്തിച്ച കാട്ടാനകളെ ആനയിറങ്ങൽ മേഖലയിലേക്ക് തുരത്താൻ തീരുമാനിച്ചു. നാളെ തൊഴിലാളികൾ തോട്ടങ്ങളിൽ ജോലിക്കിറങ്ങാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലത്തിനോടിടയ്ക്ക് ആ കൂന്തപ്പനത്തേരി ഭാഗത്തേക്ക് ആന കടന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ആ ജനവാസ മേഖലയിലേക്കും ആന കിടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, നാളെ രാവിലെ മുതൽ RRTയുടെ 4 ടീമുണ്ടാകും. ജനങ്ങൾ ആരും നാളെ പണിക്ക് പോകരുത്. മുതലാളിമാർ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരാളെ പോലും പണിക്ക് വിടാതെ അവർ കൂടി ശ്രദ്ധിക്കണമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രാവിലെ മുതൽ ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് ആരംഭിക്കും. ഇത് ഉറപ്പ് നൽകിയതോടെയാണ് 2 മണിക്കൂറിലധികം സമയം നീണ്ട ഉപരോധ സമരം തൊഴിലാളികൾ അവസാനിപ്പിച്ചത്. സിറ്റി വിഷൻ, പൂപ്പാറ. മറുകര കടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച മറുകര കടക്കുന്നത്. കഴിഞ്ഞ ദിവസം താൽക്കാലിക പാലം തകർന്ന് പുഴയിൽ വീണ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കമ്പിലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിന് കുറുകെയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത്. തോട്ടം കാർഷിക മേഖലയായ ഇവിടെ കുടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിന് കുറുകെ പാലം നിർമ്മിച്ചിട്ടില്ല. ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും. എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇതും നിലയ്ക്കും. പിന്നെയുള്ള ഏക ആശ്രയം നാട്ടുകാർ തന്നെ കമുങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ താൽക്കാലിക പാലമാണ്. കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരുമടക്കമുള്ളവരുടെ സാഹസിക യാത്ര. കഴിഞ്ഞ ദിവസവും പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ കമ്പുകളൊടിഞ്ഞ പുഴയിൽ പതിച്ച ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഈ പാലം ഒരു 45-50 വർഷമായി ഞങ്ങൾ ഇതിലെ പണിയെടുക്കാനായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ ജീവന് ബലി അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പാലത്തേക്കൂടെ നടന്നു പോവുകയും ഇതിലെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പലരുടെ അടുത്ത് ഞങ്ങൾ കാല് പിടിക്കുകയും ഞങ്ങൾക്ക് ഇതിലൊരു പാലം വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ്. ഒരു മനുഷ്യരും ഞങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കാനോ ഞങ്ങളുടെ ഒപ്പം നിൽക്കാനോ ഒരു മനുഷ്യരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രനും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഈ അടക്കാമരത്തിൽ നിന്ന് ഒരാൾ ചാടി അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് ഇവിടെ എല്ലാം തങ്ങിക്കിടക്കുമായിരുന്നു. തടിയിലെല്ലാം ഒരഞ്ഞ് അയാളുടെ എല്ല് പൊട്ടുകയും മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മഴ പെയ്യുന്ന സമയത്ത് ഇവർ വെള്ളം കുറയാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് കുട്ടികൾ അപ്പുറം ഇപ്പുറം പോകുന്നതും പണിക്കാർ പോകുന്നതും. 50 വർഷത്തിലേറെയായിട്ട് ഇവർ മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്തോ സർക്കാരോ പൊതുമരാമത്തോ ആരും ഈ 5 പതിറ്റാണ്ടായിട്ട് ഇവർക്കൊരു പാലം, ഒരു നടപ്പാലം പോലും കെട്ടിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്രീൻ കെയർ കേരള പ്രതിനിധികൾ കേരള സംസ്ഥാന മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാന് പരാതി കൊടുക്കാൻ പോവുകയാണ്. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള പാലമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇനിയെങ്കിലും അധികൃതർ അവഗണിക്കരുതെന്ന അപേക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. അടൂർ പ്രകാശിന്റെ വിവാദ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്നായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. UDF കൺവീനർ വിഷയത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. മുഖ്യമന്ത്രിക്കും CPM-നും എന്തും പറയാമെന്നും സ്ത്രീലമ്പട പരാമർശത്തിൽ ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. No reaction, no comment. He has made a comment. After that, he has clarified. So I don't want to make any comments who has been expelled from our team. So it has been affected. Maybe media is affected more than the people of Kerala. Because media is making noises, media is making controversial news on this. But people of Kerala has not been affected. No, media has given the first
what he said, then the clarification was not done properly. So that is what I am saying. Media has made it an issue, but not the people of. He meant to say that. That is why also I am saying that a person who has been expelled from the party, we are not going to give any comments on him. ഇനി നോക്കാം ക്രിസ്തുമസ് കാഴ്ചകൾ. നക്ഷത്ര ഗ്രാമം ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കുകയാണ് ഇടുക്കി രാജകുമാരി ഇടവക അംഗങ്ങൾ. കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് നക്ഷത്ര ഗ്രാമം തന്നെ ഒരുക്കി വേറിട്ട വർണ്ണവിസ്മയം തീർത്തിരിക്കുന്നത്. രാജകുമാരി ദേവമാതാ ഇടവക കുടുംബത്തിലെ കൂട്ടായ്മകൾ വിവിധ വലിപ്പത്തിലും വർണ്ണത്തിലുമുള്ള 40-ലധികം നക്ഷത്രങ്ങളാണ് ഇടവക ദേവാലയത്തിന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചയാണ്. രക്ഷകന്റെ വരവറിയിച്ച് കിഴക്ക് ഒരു നക്ഷത്രമാണ് ഉദിച്ചതെങ്കിൽ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ ദേവാലയ മുറ്റത്ത് നക്ഷത്ര സമൂഹമാണ് രക്ഷകനെ വരവേൽക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ദേവാലയ അങ്കണത്തിൽ നക്ഷത്ര ദീപങ്ങളുടെ ഗ്രാമം ഒരുക്കിയത്. തുടർച്ചയായി 3-ാം വർഷമാണ് കുടുംബ യൂണിറ്റുകളുടെ സഹകരണത്തോടെ വിവിധ വലിപ്പത്തിലുള്ള 40-ലധികം നക്ഷത്രങ്ങൾ പള്ളി അങ്കണത്തിൽ വർണ്ണവെളിച്ചം വിതറുന്നത്. കുടുംബ കൂട്ടായ്മകൾ മത്സരാടിസ്ഥാനത്തിലാണ് പള്ളിമുറ്റത്ത് നക്ഷത്രങ്ങൾ സ്ഥാപിച്ചത്. 5 അടിയോളം ഉയരമുള്ള നക്ഷത്ര വിളക്കുകളാണ് ഓരോ യൂണിറ്റുകളും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 43 കുടുംബ കൂട്ടായ്മകൾ തിരുമുറ്റത്ത് നക്ഷത്ര വിളക്കുകൾ നാട്ടിയതോടെ വർണ്ണവിസ്മയങ്ങളുടെ മനോഹര കാഴ്ചയായി മാറിയിരിക്കുകയാണ് രാജകുമാരി ദേവമാതാ ദേവാലയവും പരിസരവും. ഇടവകയിലെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നക്ഷത്ര വിളക്കുകളുടെ നിർമ്മാണം 3 ദിവസം കൊണ്ടാണ് കുടുംബ കൂട്ടായ്മകൾ പൂർത്തീകരിച്ച് പള്ളി അങ്കണത്തിൽ സ്ഥാപിച്ചത്. വികാരി ജനറലിന്റെയും സഹവികാരിമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 25 അടി ഉയരമുള്ള വലിയ നക്ഷത്രവും ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അടിമാലി പൂപ്പാറ പാതയിലൂടെ കടന്നു പോകുന്ന സഞ്ചാരികൾക്ക് പ്രതീക്ഷയുടെ പുതിയ വർണ്ണവെളിച്ചമാണ് നക്ഷത്ര ഗ്രാമം പകരുന്നത്. ഇടവകാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ നക്ഷത്ര ഗ്രാമം സ്ഥാപിച്ച് 1 ദിവസം പിന്നിടുമ്പോൾ കാണുവാനും കണ്ടാസ്വദിക്കുവാനും ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി ആളുകളാണ് പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നത്. സിറ്റി വിഷൻ, രാജകുമാരി. മഞ്ഞുകാലത്തിന്റെയും ക്രിസ്തുമസിന്റെയും മുന്നറിയിപ്പുമായി ഹൈറേഞ്ചിന്റെ മലയോരങ്ങളിൽ ഡെയ്സി ട്രീകൾ വ്യാപകമായി പൂവിട്ടിരിക്കുകയാണ്. ചിലകളിൽ മഞ്ഞു പെയ്തിറങ്ങുമ്പോൾ കുളിർ തലോടലായി എത്തുന്ന നനുത്ത കാറ്റിൽ ചാഞ്ചാടുകയാണ് ഈ വെളുത്ത പൂക്കൾ. മഞ്ഞുകാലത്തിന്റെ നനുത്ത ഓർമ്മകൾ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് തൂമഞ്ഞു തൂകി തണുത്തു വിറങ്ങലിച്ച മലയോര മേഖലയ്ക്ക് കുളിർ കാഴ്ചയായി മാറുകയാണ് ഡെയ്സി പൂക്കൾ. വഴിയോരങ്ങളിലും വീടുകളോടും ചേർന്ന് പുഷ്പിച്ചു നിൽക്കുന്ന ഡെയ്സി ട്രീകൾ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഡിസംബർ മാസത്തിൽ പൂക്കുന്നതിനാൽ ക്രിസ്തുമസ് ട്രീ എന്ന് ഇവ പൊതുവെ അറിയപ്പെടുന്നു. മധ്യ അമേരിക്ക ജന്മദേശമായ ഈ ചെടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്നുണ്ട്. വെള്ള നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ചെടി ശീതകാലമായ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് പുഷ്പിക്കുന്നത്. മോണ്ടാന ഗ്രാൻഡിഫെറോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ സൂര്യകാന്തിയുടെ കുടുംബമായ ആസ്റ്റരേസിയ വർഗത്തിൽപ്പെട്ടതാണ്. സൂര്യകാന്തി പൂക്കളോട് സാദൃശ്യമുള്ള പൂക്കളും ഇലകളുമാണ് ഉള്ളത്. 10 അടിയിൽ കൂടുതൽ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് 50 വർഷത്തിലധികം ആയുസ്സുണ്ട്. തണുപ്പ് കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ പുഷ്പിക്കുന്ന പൂക്കൾക്ക് ചോക്ലേറ്റിന്റെ മണമാണ്. വിരിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഇളം മഞ്ഞ നിറത്തോടു കൂടിയ വിത്തുകൾ ചെടിയിൽ അവശേഷിക്കും. ശീതകാല മേഖലയിൽ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഇവയ്ക്ക് വരൾച്ചയും അതിജീവിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മഞ്ഞുകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പുഷ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ആരാമവൃക്ഷമായി നട്ടുപരിപാലിക്കുന്ന ഡെയ്സി ട്രീകൾ ഇന്ത്യയിൽ സഹ്യപർവ്വത നിരകളിൽ ധാരാളമായി കണ്ടുവരുന്നു. സിറ്റി വിഷൻ,
രാജാക്കാട്. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത 85 നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന പരാതിയുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത്. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. നിർമ്മാണ പ്രവർത്തനത്തിനെത്തിയ കരാർ കമ്പനിയെ വനം വകുപ്പ് തടയുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതേ നിലപാട് തുടർന്നാൽ വീണ്ടും ജനകീയ സമരവുമായി രംഗത്ത് വരേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. വനമേഖലയിൽ നിർമ്മാണത്തിനെത്തിയ കരാർ കമ്പനിയെ വനംവകുപ്പ് തടയുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതേ നിലപാട് തുടർന്നാൽ വീണ്ടും ജനകീയ സമരവുമായി രംഗത്ത് വരേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഈ റോഡ് ഇതുപോലെ തടഞ്ഞു വച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദപരവും ഇടുക്കി ജില്ലയോടുള്ള ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്, ഇടുക്കിയിലുള്ള അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും ഈ പ്രദേശത്തെ ജനങ്ങൾ യാതൊരുവിധ രാഷ്ട്രീയ പരിഗണനകളും നോക്കാതെ രംഗത്ത് വരുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കേണ്ടി വരും. വാളറ മുതൽ നീരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണാരംഭത്തിൽ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. ഇതിനോടകം വിഷയത്തിൽ നിരവധി സമരങ്ങൾ നടന്നു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കണം ശരണമന്ത്രം. ഭക്തലക്ഷങ്ങൾക്ക് ശരണമായി കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന്റെ ചരിത്രം അരങ്ങിൽ പുനർജനിച്ചു. മണ്ഡലകാലത്തിന്റെ പുണ്യത്തിൽ ശബരിമല സന്നിധാനത്ത് മണ്ണൂർക്കാവ് കഥകളി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ മഹാത്മ്യം കഥകളി അരങ്ങേറി.
ജനാർദ്ദനൻ പോറ്റിയുടെ രചനയാണ് അയ്യപ്പ മഹാത്മ്യം. ഹരിഹരപുത്രന്റെ അവതാരം മുതൽ ധർമ്മശാസ്താവായി ശബരിമലയിൽ കുടികൊള്ളുന്നത് വരെയുള്ള ദിവ്യചരിതം ദൃശ്യശ്രവ്യ വിരുന്നായി ഭക്തർ ആസ്വദിച്ചു. ശബരിമല ശാസ്ത ഓഡിറ്റോറിയത്തിൽ 28 അംഗ കലാസംഘമാണ് കഥകളി അവതരിപ്പിച്ചത്. കഥകളി പ്രേമികളെ ഏറെ ആകർഷിച്ചത് 61 വയസ്സുകാരനായ കലാമണ്ഡലം ബാലകൃഷ്ണൻ മുതൽ 7 വയസ്സുകാരനായ അദ്വൈത് പ്രശാന്ത് വരെയുള്ള 3 തലമുറയിലെ കലാകാരന്മാരുടെ അർപ്പണമായിരുന്നു. കലാമണ്ഡലം പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന അവതരണത്തിൽ മഹിഷിയായി അദ്ദേഹം തന്നെ വേഷമിട്ടു. മണികണ്ഠനെ അവതരിപ്പിച്ചത് അഭിജിത്ത് പ്രശാന്താണ്. മധു വാരണാസി, കലാമണ്ഡലം നിതിൻ ബാലചന്ദ്രൻ, കലാമണ്ഡലം ആരോമൻ, അഭിഷേക് മണ്ണൂർക്കാവ് എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തി. മാതാവിന്റെ രോഗശമനത്തിനായി പുലിപ്പാല് തേടി കാട്ടിലെത്തുന്ന മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ച പുലിവാഹനനായി പന്തളം രാജസന്നിധിയിൽ എത്തുന്നതും ധർമ്മശാസ്താവായി ശബരിമലയിൽ ഭക്താശ്രയമായി കുടികൊള്ളുന്നതും ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ഭക്തി നിർഭരമായിരുന്നു. കലാമണ്ഡലം ബൈജു, കലാനിലയം സഞ്ജയ്, കലാമണ്ഡലം കാർത്തിക് എന്നിവർ സംഗീതവും, കലാമണ്ഡലം ശ്രീഹരി, കലാനിലയം അഖിൽ എന്നിവർ ചെണ്ടയിലും, കലാമണ്ഡലം അജി കൃഷ്ണൻ, കലാമണ്ഡലം അനന്തു ശങ്കർ, കലാമണ്ഡലം ദീപക് എന്നിവർ മദ്ദളത്തിലും അകമ്പടിയേകി. ചിങ്ങോലി പുരുഷോത്തമൻ, കലാനിലയം വിഷ്ണു എന്നിവർ ചുട്ടി ചെയ്തു. പേരുവഴി വാസുദേവൻ പിള്ള, പത്മന അരുൺ, പത്മന അശോകൻ, മുകുന്ദപുരം വിനോദ് തുടങ്ങിയവർ അണിയറയിൽ പ്രവർത്തിച്ചു. സിറ്റി വിഷൻ സന്നിധാനം. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ സേവനം ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് ആശ്വാസമാകുന്നു. ഇതിനോടകം സന്നിധാനത്തും നടപ്പന്തലിലുമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട 150ഓളം തീർത്ഥാടകർക്ക് NDRF സേവനം ഉറപ്പാക്കി. ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുവാനും സാധിച്ചു. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയ നിരവധി തീർത്ഥാടകരെ സ്ട്രെച്ചറുകളിലും മറ്റുമായി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ടീമിന് സാധിച്ചു. ചെന്നൈ അരക്കോണത്തു നിന്നുള്ള 4ാം ബറ്റാലിയൻ ടീമാണ് ശബരിമലയിൽ ദുരന്ത സാധ്യതകൾ നേരിടാൻ രംഗത്തുള്ളത്. ഡെപ്യൂട്ടി കമാൻഡന്റ് സീനിയർ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ അർജുൻ എ ആണ് ശബരിമല ടീമിന് നേതൃത്വം നൽകുന്നത്. ഈ ടീമിന്റെ കമാൻഡന്റ് അഖിലേഷ് കുമാറാണ്. നിലവിൽ NDRF ടീമിനെ പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ് വിന്യസിച്ചിട്ടുള്ളത്. സന്നിധാനത്തും നടപ്പന്തലിലും ഇതിനു പുറമെ പമ്പയിലും ടീം അംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന തീർത്ഥാടകരെ ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സേവനമാണ് ശബരിമലയിൽ ഊന്നൽ നൽകുന്നത്. ഇതുകൂടാതെ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനും ടീം പൂർണ്ണ സജ്ജമാണ്. എല്ലാ ടീം അംഗങ്ങൾക്കും ഇത്തരം സേവനങ്ങളിൽ പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ നേരം നിൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നിർജ്ജലീകരണം കൂടാതെ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് സഹായം തേടുന്നവരിൽ കൂടുതലെന്നും അവരെ എത്രയും വേഗം അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ദൗത്യമെന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ അർജുൻ പറഞ്ഞു. പിൽഗ്രിമേജിനായി വരുന്ന ആളുകളുടെ എന്തെങ്കിലും വിധമുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് നമ്മളിപ്പോൾ ഇവിടെ ശബരിമല സന്നിധാനത്തും നടപ്പന്തലിനുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസ്, ഫയർഫോഴ്സ്, CRPFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ മറ്റു സേനകളുമായി ചേർന്നുള്ള പ്രവർത്തനമാണ് ശബരിമലയിൽ നടത്തിവരുന്നതെന്നും ഡോക്ടർ അർജുൻ കൂട്ടിച്ചേർത്തു. സിറ്റി വിഷൻ സന്നിധാനം. നെടുങ്കണ്ടത്ത് ജില്ലാ ആശുപത്രി വരുമ്പോൾ താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന 5 വർഷം മുമ്പ് അധികൃതർ വാഗ്ദാനം ചെയ്ത രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഡോക്ടർ പോയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നും അവഗണനയാണ് നേരിടേണ്ടി വരുന്നതെന്നുമാണ് രോഗികളും നാട്ടുകാരും പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ജനപ്രതിനിധികളും ഭരണസമിതികളും വരുമ്പോഴെങ്കിലും ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കിടത്തി ചികിത്സയില്ലാത്ത ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ അവധിയിൽ പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മറ്റൊരു പഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർക്കാണ് പകരം ചുമതല. ഇദ്ദേഹം ഉൾപ്പെടെ 3 ഡോക്ടർമാരാണ് സേവനം ചെയ്യുന്നത്. OPയുടെ പ്രവർത്തനം വൈകുന്നേരം 4 വരെയൊക്കെയെങ്കിലും സമീപത്തെ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ആരോഗ്യമന്ത്രിക്ക് വരെ നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടായില്ല.
സൗകര്യമുണ്ട്. 10 ബെഡുള്ള പേവാർഡ് പണിതിട്ട് വർഷങ്ങളായിട്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടുത്തെ എക്സ്റേ യൂണിറ്റ് കേടായിട്ട് പുതിയ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭരണരംഗത്തുള്ള ആളുകളുടെ താല്പര്യം. കാരണം 2 ഏക്കർ സ്ഥലവും 2 കുളവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേൺ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. 40 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ ഇന്നും ആ PHCയുടെ സ്റ്റാഫ് പാറ്റേൺ മാത്രം, ഒരു മെഡിക്കൽ ഓഫീസറും ഒരു അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസറും ഒരു സ്റ്റാഫ് നേഴ്സും മാത്രമാണ് ഉള്ളത്. CHC ആയിട്ട് 2008 ഉയർത്തിയതൊരു കോമൺ ഉത്തരവാണ്. അതല്ലാതെ നിലവിൽ ഒരു സ്റ്റാഫിനെ പോലും കൂടുതൽ നിയമിക്കാനോ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ കീഴിലുള്ള കുരുവിള സിറ്റി ആശുപത്രിയിലെ 4 ഡോക്ടർമാരും 4 സ്റ്റാഫ് നേഴ്സുമുണ്ട്. അപ്പോൾ തീർത്തും ഈ ആശുപത്രിയുടെ ഭരണരംഗത്തുള്ള ആളുകളുടെ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിദഗ്ധ ഡോക്ടർമാരുൾപ്പെടെ 7 ഡോക്ടർമാരും 12 സ്റ്റാഫ് നഴ്സുമാരും അനുബന്ധ പാരാമെഡിക്കൽ ജീവനക്കാരും വേണമെന്നാണ് കണക്ക്. എന്നാൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് ഇവിടെ ഇപ്പോഴും ജീവനക്കാരെ നിയമിക്കുന്നതെന്നാണ് ആക്ഷേപം. സമീപത്തെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇവിടെ നിലച്ചുപോയ കിടത്തി ചികിത്സ പുനരാരംഭിക്കാത്തതെന്നും നാട്ടുകാർ പറയുന്നു. ഇതൊക്കെയാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ നിർമ്മാണങ്ങളാണ് ഇതുവരെ നടത്തിയത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിന് സമീപം ഉണ്ണിക്കയം ഏവരെയും ആകർഷിക്കുന്ന മേഖലയാണ്. എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്നത് വലിയ അപകടക്കെണിയും. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 യുവാക്കളാണ് ഇവിടെ മുങ്ങി മരിച്ചത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് ഏറെ ആകർഷണമാണ് കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തിനു സമീപത്തെ ഉണ്ണിക്കയം. അഴുതയാറിന്റെ ഉത്ഭവ പ്രദേശമായ ഇവിടെ സ്വാഭാവിക നീന്തൽക്കുളം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശാന്തമെന്ന് തോന്നുന്ന ഈ കയത്തിൽ ചെളിയും പാറയുടെ അള്ളുകളുമുണ്ട്. വെള്ളത്തിന് കടുത്ത തണുപ്പുമാണ്. പാറയിൽ പായൽ പിടിച്ചിരിക്കുന്നത് തെന്നി വീഴാൻ ഇടയാക്കും. 1 മാസത്തിനിടെ 2 യുവാക്കൾ ഈ കയത്തിൽ വീണ് മരിച്ചു. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. എന്നാൽ ഒരു വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ഈ നവംബർ മാസത്തിൽ 2 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. അതുകൊണ്ട് ഇവിടെ വരുന്ന പാറക്കൂട്ടങ്ങൾക്കെല്ലാം വളരെ വലിയ പൊത്തുകളുണ്ട്. വെള്ളത്തിന് കഠിനമായ തണുപ്പാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ശാന്തമാണെന്ന് തോന്നിയാലും വലിയ നിഗൂഢതയും ഭയങ്കരമായ ഭീതിപ്പെടുന്ന കുഴികളും ചെളിയും നിറഞ്ഞ കുളമാണ്. തട്ടാത്തിക്കാനം പൈൻ കാടുകളിൽ നിന്ന് 1.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം ഉണ്ണിക്കയത്ത് എത്താൻ. ഇരുവശവും കുറ്റിക്കാട് മൂടിക്കിടക്കുന്ന ഒറ്റയടിപ്പാത താണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. പ്രദേശത്തെത്തുന്ന ചിലർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികാരികളുടെ ശക്തമായ നിരീക്ഷണമില്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ഇവിടം മാറുമെന്നും ആശങ്കയുണ്ട്. സിറ്റി വിഷൻ, കുട്ടിക്കാനം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,210 രൂപ, പവന് 97,680 രൂപ, വെള്ളി ഗ്രാമിന് 215 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിധി കാത്ത ഇടുക്കിയും. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികളിലുമായി 10 കേന്ദ്രങ്ങളിൽ നടക്കും. വോട്ടെണ്ണൽ ആരംഭിക്കുക രാവിലെ 8 മണി മുതൽ. കാട്ടാന ആക്രമണത്തിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോട്ടം തൊഴിലാളികൾ വനം വകുപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചു. ശാന്തൻപാറ ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസാണ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചത്. മറുകര കടക്കാൻ പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 5 പതിറ്റാണ്ടിന്റെ പഴക്കം. പള്ളിവാസൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയം താൽക്കാലിക പാലം. താൽക്കാലിക പാലം തകർന്ന് പുഴയിൽ വീണ ഒരാൾക്ക് പരിക്ക്.
അടൂർ പ്രകാശിന്റെ വിവാദ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. വിഷയത്തിൽ UDF കൺവീനർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും CPM-നും എന്തും പറയാമെന്നും ദീപാദാസ് മുൻഷി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.